ഹലോ, ബിടെക് മെക്കാനിക്കൽ പൂർത്തിയാക്കിയവർക്ക് വീണ്ടും മികച്ചൊരു അവസരം ഒരുക്കുകയാണ് കേരള പി എസ് സി. യൂണിവേഴ്സിറ്റീസ് ഓഫ് കേരള അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ പോസ്റ്റിന്റെ വിജ്ഞാപനം കേരള പി എസ് സി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇവിടെ 2022-2023 ടൈമിൽ കേരള പി എസ് സി മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അധികം ടെക്നിക്കൽ പോസ്റ്റ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാ എക്സാമുകൾ നടത്തി ഇപ്പോൾ കേരള പി എസ് സി അതിൻ്റെ മെയിൻ ലിസ്റ്റുകളൊക്കെ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബിടെക് മെക്കാനിക്കലുകാർക്ക് ഈ അവസരങ്ങൾക്കെല്ലാം ശേഷം ഇനി പുതിയത് എന്ത് എന്നുള്ളൊരു ചോദ്യത്തിന് മറുപടിയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ യൂണിവേഴ്സിറ്റീസ് കേരള പോസ്റ്റിന്റെ വിജ്ഞാപനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിന്റെ നോട്ടിഫിക്കേഷനിൽ ഇപ്പം കൊടുത്തിരിക്കുന്നത് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ഒന്നാണെങ്കിലും ഇത് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള വിവിധ യൂണിവേഴ്സിറ്റീസിലുള്ള തസ്തിക ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വേക്കൻസീസ് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളോട് ഒരു കാര്യം കൂടെ ഞാൻ എടുത്തു പറഞ്ഞോട്ടെ, നമ്മുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗ്രൗണ്ട് വാട്ടർ പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ ഇനി വരാനുണ്ട്. അതിൻ്റെ ഇപ്പോഴുള്ള ലിസ്റ്റ് എക്സോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ എക്സാമുകളെല്ലാം കൂടെ കേരള പി എസ് സി നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ചിലപ്പം ഒരേ ടൈമിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ, ആദ്യമായി ടെക്നിക്കൽ എക്സാംസ് എഴുതി തുടങ്ങുന്നവർ, അല്ലെങ്കിൽ കഴിഞ്ഞ എക്സാമുകളിലൊക്കെ അത് പോളിടെക്നിക് ലെക്ചർ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, വാട്ടർ അതോറിറ്റി, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഈ എക്സാംസിലൊക്കെ ട്രൈ ചെയ്തിട്ട് അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്തവർക്കെല്ലാം ഒരു പുതിയ അവസരങ്ങൾ ഇനിയും കേരള പി എസ് സി നമുക്ക് തരും. ഇപ്പോൾ ആ എക്സാംസ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തോളൂ. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഇൻറ്റൻസീവ് ഓൺലൈൻ കോച്ചിങ് ഉടൻ തന്നെ ആരംഭിക്കുകയാണ്. ഒരു ഡെഡിക്കേറ്റഡ് പ്രീമിയം ബാച്ച് ആയിരിക്കും. വളരെ സ്ലോ ലേണേഴ്സിനെ അഡ്രസ്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ബാച്ച് കൊണ്ടുപോകുന്നത്. അതായത് കുറേ കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതി തഴമ്പിച്ചവർക്ക് വേണ്ടി ആയിരിക്കത്തില്ല, ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്നവർക്ക്, ഒരു ഹിസ്റ്ററി ഇല്ലാത്തവർ, ഇപ്പോൾ ഗേറ്റ് എക്സാംസ് ഒന്നും എഴുതിയിട്ടില്ല, അല്ലെ ഒരു ടെക്നിക്കൽ എക്സാംസ് എഴുതിയിട്ടില്ല, അങ്ങനെ പഠിച്ച് ആദ്യം സ്ക്രാച്ചിൽ നിന്ന് പഠിച്ചു തുടങ്ങുന്നവരെ എങ്ങനെ പഠിച്ചു തുടങ്ങണം. നമ്മളൊരു സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ ഏരിയാസ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ ബിടെക് മെക്കാനിക്കലൊക്കെ ഫ്രഷ് പാസ് ഔട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒബ്ജക്റ്റീവ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്സാംസിൽ എഴുതിയൊരു പരിശീലനം കാണത്തില്ല. അപ്പോൾ അവർക്ക് എവിടെയൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ആദ്യമേ നിങ്ങൾക്ക് നമ്മളൊരു ഓറിയൻറ്റേഷൻ ആയിരിക്കും തരുന്നത്. ഒരു സബ്ജക്ട്സിലെ സിലബസ് എല്ലാം ബ്രീഫ് ചെയ്തിട്ട് നിങ്ങൾ ഏതൊക്കെ ഏരിയാസ് ആണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഏതൊക്കെ വാല്യൂസ് ആണ് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടത്, ഏതൊക്കെ ഫോർമുലാസ് ആണ് നിങ്ങൾ ബൈഹേർട്ട് ചെയ്യേണ്ടത്, എവിടെ നമുക്കൊരു ഫിക്സഡ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഡയറക്റ്റ് വൺ വേർഡ് അല്ലാതെ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ പി എസ് സിയുടെ പുതിയ പാറ്റേൺ ഒക്കെ നോക്കുവാണെങ്കിൽ അസംഷൻസ് ഒക്കെ വെച്ചിട്ട് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ, ചില ടഫ് എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ബാച്ചിൽ നമ്മൾ സ്ലോ ലേണേഴ്സിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമ്മൾ സ്ക്രാച്ച് ചെയ്യുന്ന ഒരു ഫണ്ടമെന്റൽസ് ബിൽഡ് ചെയ്ത് ബേസ് മുതൽ ഡെപ്ത് വരെ സിലബസ് നന്നായിട്ട് കവർ ചെയ്യുന്നുണ്ടായിരിക്കും. കുറേ വർക്കൗട്ട് സെഷൻസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും. പി എസ് ഡി കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങളുടെ ലെവൽ എന്തോ ആയിക്കോട്ടെ, ഉറപ്പായിട്ടും നമ്മുടെ ഫാക്കൽറ്റീസിനും മെന്റേഴ്സിനും നിങ്ങളുടെ ഡ്രീം പോസ്റ്റിലേക്ക് എത്തിക്കാൻ എല്ലാ സപ്പോർട്ടും തരാൻ സാധിക്കും. ഇപ്പോൾ ഈ ബാച്ച് നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യും. ഇപ്പോൾ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചോട്ടെ, റീസെൻ്റ് ആയിട്ട് നടന്ന ഈ എക്സാമുകളുടെ എല്ലാം ലിസ്റ്റ് വന്നപ്പോൾ നമുക്ക് വലിയൊരു വിജയമാണ് കൈവരിക്കാൻ സാധിച്ചത്. പോളിടെക്നിക് ലെക്ചർ മെക്കാനിക്കലിൽ ടോപ്പ് പൊസിഷൻസ് ലേണേഴ്സ് അക്കാദമിയുടെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ റാങ്ക് പട്ടികയുടെ ഒരു നല്ലൊരു ശതമാനം ഉദ്യോഗസ്ഥരും ലേണേഴ്സ് അക്കാദമിയുടെ സ്റ്റുഡൻസ് ആയിരുന്നു. ആ വിജയം തന്നെ നമുക്ക് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കലിലും എല്ലാം നമുക്ക് ആവർത്തിക്കാൻ സാധിച്ചു. അസിസ്റ്റന്റ് എഞ്ചിനീയർ വാട്ടർ അതോറിറ്റിയുടെ ഫസ്റ്റ് റാങ്ക് ഷമീമാണ് നേടുകയുണ്ടായത്. ഇപ്പോൾ ഷമീമിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഷമീം ഇതേപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ വാട്ടർ അതോറിറ്റിയുടെ കോഴ്സും പോളിടെക്നിക് ലെക്ചർ മെക്കാനിക്കലിൻ്റെ പോസ്റ്റും, രണ്ട് കോഴ്സുകൾക്ക് ഒരേപോലെ ആയിരുന്നു നമ്മളോടൊപ്പം ജോയിൻ ചെയ്തത്. ഇപ്പോൾ ആദ്യമേ പോളിടെക്നിക് ലെക്ചർ മെക്കാനിക്കലിൻ്റെ പോസ്റ്റിന് വേണ്ടി ഷമീം ജോയിൻ ചെയ്തതിന് ശേഷമാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ വാട്ടർ അതോറിറ്റിയുടെ എക്സാം കേരള പി എസ് സി വിളിക്കുന്നത്. ഇപ്പോൾ ഈ രണ്ട് എക്സാമുകളും ഷമീമിന് നമ്മളോടൊപ്പം ചേർന്ന് തയ്യാറെടുക്കാൻ സാധിച്ചു. അസിസ്റ്റന്റ് എഞ്ചിനീയർ വാട്ടർ അതോറിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് നേടി, അതേപോലെ തന്നെ പോളിടെക്നിക് ലെക്ചർ മെക്കാനിക്കലിൽ സെക്കൻഡ് റാങ്ക് നേടി. ഇപ്പോൾ ഞാൻ പറയുന്നത്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ഈ എക്സാമിന് തയ്യാറെടുക്കുക. നിങ്ങൾ ഈ എക്സാമിന് തയ്യാറെടുത്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നന്നായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ പി എസ് സി പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇപ്പോൾ ആ അവസരങ്ങളും നിങ്ങൾക്ക് ഉറപ്പായി പ്രയോജനം ചെയ്യുന്നതായിരിക്കും. കാരണം ഈ എക്സാമുകളുടെ എല്ലാം പി എസ് സി നടത്തി അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയ പി എസ് സിയുടെ ഒരു ട്രെൻഡ് നോക്കുവാണെങ്കിൽ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം 1.5 വർഷം കഴിയുമ്പോൾ തന്നെ പി എസ് സി ആ എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിലുള്ളപ്പോൾ തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ വിളിക്കാറുണ്ട്. കാരണം ആ ലിസ്റ്റ് കഴിയുമ്പോൾ അടുത്ത ലിസ്റ്റ് ഉടൻ തന്നെ ഈ 1.5 വർഷം നെക്സ്റ്റ് 1.5 ഇയേഴ്സിൽ പി എസ് സിക്ക് എക്സാം നടത്തി അതിൻ്റെ ഇൻ്റർവ്യൂ നടത്തി അതിൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത ഉടൻ തന്നെ. അപ്പോൾ ആ പഴയ ടൈം ഡിലേ ഒന്നുമില്ല. അപ്പോൾ ഇത്രയും എക്സാമുകൾ നടത്തി പി എസ് സി ഇതിൻ്റെ
ലിസ്റ്റുകളെല്ലാം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. പുതിയ ഇപ്പം ഒരു വേക്കൻസി നിങ്ങൾക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വരുവാണ്. താമസിക്കാതെ, വളരെ താമസിക്കാതെ, ഒരു മേ ബി ഒരു 3-4 മന്ത്സിനുള്ളിൽ അസിസ്റ്റന്റ് ഗ്രൗണ്ട് വാട്ടറിന്റെ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ 2 എക്സാമുകൾക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ കഴിഞ്ഞ എക്സാമുകളുടെ എല്ലാ നോട്ടിഫിക്കേഷനും പതുക്കെ PC നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും. കാരണം നമ്മളിതൊരു എക്സാമിനെ തയ്യാറെടുത്ത് ആ എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളതല്ല. ടെക്നിക്കൽ പോസ്റ്റ്, പ്രത്യേകിച്ച് കേരള PSCയുടെ ടെക്നിക്കൽ പോസ്റ്റുകൾ മാത്രം ഫോക്കസ് ചെയ്യുന്നവർ ഒരു കുറച്ച് സമയം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവർ നാട്ടിൽ തന്നെ നിന്ന് അവരുടെ ഒരു കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് എവിടെയെങ്കിലും ഒരു ജോബിൽ നിന്നുകൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഹയർ സ്റ്റഡീസ് ചെയ്യുന്ന സമയത്ത് ഒരു 2 വർഷ കാലയളവ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ ടൈമിലായിരിക്കും നമുക്ക് 2-3 എക്സാംസ് ഒക്കെ എഴുതി മുന്നേറാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനിയും ഉള്ള അവസരങ്ങൾ നിങ്ങൾക്കുള്ളതാണ്. റീസെൻ്റായിട്ട് 2023, 2024, ഇവൻ 2022 പാസ്സായവർക്കൊക്കെ ഈ കഴിഞ്ഞ കുറേ അവസരങ്ങൾ മിസ്സായിട്ടുണ്ട്. അപ്പോൾ റീസെൻ്റായിട്ട് പാസ് ഔട്ടായവർക്ക് പോലും ഈ അവസരങ്ങൾ, ഇനിയുള്ള അവസരങ്ങൾ നിങ്ങളുടേതാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ എക്സാമിന് എങ്ങനെ അസിസ്റ്റന്റ് എഞ്ചിനീയർ യൂണിവേഴ്സിറ്റീസിലെ എക്സാമിൻ്റെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിനെ പറ്റി നമ്മുടെ സബ്ജക്ട് എക്സ്പേർട്ടുകൾ നിങ്ങൾക്കൊരു വെബിനാർ ഒരുക്കുന്നുണ്ട്. അപ്പോൾ ആ ഫ്രീ വെബിനാറിൽ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ വെബിനാറിന് ജോയിൻ ചെയ്യാനും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ്.